അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ ആണ്. ദുറൂസുൽ ഇഹ്സാനിന്റെ ഫുൾ റിവിഷൻ വളരെ വിശദമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾ ആ വീഡിയോ നിർബന്ധമായും കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തത് യോജിപ്പിക്കുക. ഇവിടെ ഈ ബോക്സിൽ ശരിയായ ഉത്തരങ്ങളുണ്ട്, നമ്മൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ്? നമീമത്ത് പറയുന്ന ആളാണ്. നമീമത്ത് പറയുന്ന ആളാണ് സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ. നമ്മൾ അവസാനത്തെ പാഠത്തിൽ ഏഷണി നന്നല്ല എന്നുള്ള പാഠത്തിൽ ആ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചുവെക്കലാണ് അവസാനത്തെ ഓപ്ഷൻ. ബുഖ്ല്, പിശുക്ക്, അതിനാണ് പിശുക്ക് എന്ന് പറയുക. ഇനി മൂന്നാമത്തത്, അസൂയാലു എപ്പോഴും, അസൂയുള്ള ആൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അയാളെ മനസ്സിങ്ങനെ എപ്പോഴും അസ്വസ്ഥനായിക്കൊണ്ടേയിരിക്കും. ഇനി നാലാമത്തെ ചോദ്യം, സൽസ്വഭാവികളുമായി ഡാഷ്, സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക. ബോക്സിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് അതിന്റെ ഉത്തരം. ഇനി അഞ്ചാമത്തത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വിരലുകൾ ഓമ്പുക. വിരലുകൾ ഓമ്പുക, മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി ആറാമത്തത്, അതിഥികളെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഏഴാമത്തത്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്ന ആള് സ്വർഗത്തിൽ കടക്കുകയില്ല. ഇനി രണ്ടെണ്ണം വീതം എഴുതാം. നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് രണ്ടെണ്ണം. ഒന്നാമത്തത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതുപോലെ നല്ലവരുമായി കൂട്ടുകൂടുക, ദിക്ർ, സ്വലാത്ത് പോലെയുള്ള നല്ല കാര്യങ്ങൾ പതിവാക്കുക. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എഴുതിയാൽ മതി. രണ്ടാമത്തത്, ഗീബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഗീബത്ത് പറയുന്നവന്റെ നന്മകൾ ഗീബത്തിന് ഇരയായവർക്ക് അള്ളാഹു നൽകും എന്ന ബോധമുണ്ടാകുക. നമ്മൾ ആരെങ്കിലും പറ്റി ഗീബത്ത് പറഞ്ഞാല് നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? അള്ളാഹു തആല നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾക്ക് നമ്മുടെ നന്മകളൊക്കെ കൊടുക്കും. ആ ഒരു ബോധം നമുക്കുണ്ടായാൽ പിന്നെ നമ്മൾ ഗീബത്ത് പറയോ? ഇല്ല. ആ ഒരു ബോധം ഉണ്ടാവുക. അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക, മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക, സ്വന്തം കുറവുകൾ തിരിച്ചറിയുക. ഇതെല്ലാം ഗീബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങളാണ്. ഏതെങ്കിലും 2 എണ്ണമാണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടത്. ഇനി അടുത്തത്, അസൂയ വരുത്തി വെക്കുന്ന അപകടങ്ങൾ. എന്തൊക്കെയാണ് അസൂയ വരുത്തി വെക്കുന്ന അപകടങ്ങൾ? നമ്മൾ പല പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. അസൂയ നന്മകളെ നശിപ്പിക്കും. അതുപോലെ അസൂയയും ഈമാനും ഒരാളുടെ ഖൽബിൽ ഒരുമിച്ചുണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ അസൂയ ഉള്ള ആൾക്ക് ഈമാൻ ഉണ്ടാവൂല എന്നർത്ഥം. അതുപോലെ അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും. അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അസൂയാലുവിന്റെ പ്രാർത്ഥന തള്ളപ്പെടും. ഇങ്ങനെ 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി കോപം അടങ്ങാനുള്ള മാർഗങ്ങൾ. കോപം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദേഷ്യം. ആ കോപം അടങ്ങാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. കാരണം ദേഷ്യം എന്നുള്ളത് ശൈത്താന്റെ സ്വഭാവമാണ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക, വുളൂ ചെയ്യുക. അതുപോലെ കോപം വരുത്തി വെക്കുന്ന അപകടങ്ങളെ ഓർമ്മിക്കുക. ഇതെല്ലാം കോപം അടങ്ങാനുള്ള മാർഗങ്ങളാണ്. 2 എണ്ണം എഴുതിയാൽ മതി. ഇനി അടുത്തത് അഞ്ചാമത്തത്, ഖൽബിനെ നന്നാക്കാനുള്ള വഴികൾ. ഇവിടെ കാഫായി പോയിട്ടുണ്ട്. കൽബ് എന്ന് പറയുമ്പോൾ അർത്ഥം മാറിപ്പോവും. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖൽബാണ്, ഖാഫ്. ഖൽബിനെ നന്നാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഒന്ന്, നല്ല കാര്യങ്ങൾ ശീലമാക്കുക, അതുപോലെ തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക, സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, നല്ലവരോട് സഹവസിക്കുക, ദിക്റും സലാത്തും ശീലമാക്കുക. ഇതെല്ലാം ഖൽബിനെ നന്നാക്കാനുള്ള വഴികളാണ്. ഇനി അടുത്തത്, വ്യക്തമാക്കുക. നമീമത്ത് എന്നാൽ എന്താ? നമ്മൾ അവസാനത്തെ പാഠം ഏഷണി നന്നല്ല എന്നുള്ള പാഠത്തിൽ നമീമത്ത് എന്നാൽ എന്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. ഇനി അടുത്തത് എന്താണ് ഗീബത്ത്?
നമ്മൾ 9-ാമത്തെ പാഠം പരദൂഷണം മഹാപാപം എന്നുള്ള പാഠത്തിൽ ഗീബത്ത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ സഹോദരനെ സംബന്ധിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഉത്തരങ്ങളെല്ലാം എഴുതി പരിശീലിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 3-ാമത്തത് അസൂയ. അസൂയ എന്നാൽ എന്താണ്? തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് വല്ല അനുഗ്രഹങ്ങളും നിഅമത്തുകളും അള്ളാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4-ാമത്തത് റിയാ എന്നാൽ എന്ത്? നമ്മൾ 6-ാമത്തെ പാഠം കൽബിന് കാവലിരിക്കാം എന്നുള്ള പാഠത്തിൽ കൽബിനെ ബാധിക്കാവുന്ന ചില രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഷിർക്ക്, റിയാ, കിബ്ർ, ബുഖ്ൽ, ഇതിൽ നിന്നെല്ലാം നാം കൽബിനെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ പാഠത്തിൽ എന്താണ് റിയാ എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. ആരെങ്കിലും കാണാൻ വേണ്ടി നിസ്കരിക്കുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക, അതിനാണ് റിയാ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 5-ാമത്തത് സൽ സ്വഭാവം എന്നാൽ എന്ത്? 5-ാമത്തെ പാഠം സ്വഭാവത്തിലാണ് സൗന്ദര്യം എന്നുള്ള പാഠത്തിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. ഇനി അടുത്തത് പദ്യം പൂരിപ്പിക്കാം. നമ്മൾ അവസാനത്തെ പാഠം ഏഷണി നന്നല്ല എന്നുള്ള പാഠത്തിലെ ഒരു പദ്യമുണ്ട്. അതിൽപ്പെട്ട വരികളാണ് ഇവിടെ നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. റബ്ബിന്റെ സൃഷ്ടികളിൽ ഡാഷ് നാശകാരികൾ തന്നെ. അത് നമ്മൾ പൂരിപ്പിക്കണം. റബ്ബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ഏഷണി പരത്തുന്ന നാശകാരികൾ തന്നെ. അതിനുശേഷം നാവിനെ സൂക്ഷിച്ചു നാം നാടാകെ നന്മ ചെയ്ത് നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിൽ ഇടം നേടാം. ഈ രൂപത്തിൽ അതിനെ നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യം പൂരിപ്പിച്ച് അർത്ഥം എഴുതാം. ഇയ്യാകും വൽ ഹസദ ഡാഷ് അന്നാറുൽ ഹതബ. നമ്മൾ 8-ാമത്തെ പാഠം അസൂയ നന്മയെ നശിപ്പിക്കും എന്നുള്ള പാഠത്തിൽ അവസാനത്തിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഈ ഹദീസ് അവിടെ നമ്മൾ പൂരിപ്പിച്ച് അതിന്റെ അർത്ഥം എഴുതുകയാണ് വേണ്ടത്. എന്താണ് ഹദീസ്? ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. അർത്ഥം, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക, തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും. ഇതാണ് ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങൾ നിർബന്ധമായും ആവർത്തിച്ച് വായിക്കുകയും ഓരോ പാഠത്തിലും എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി പഠിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.